IPL ലക്നൗ സൂപ്പർ ജയൻസുമായുള്ള പോരാട്ടത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ നായകൻ ജിതേഷ് ശർമ്മയുടെ ക്യാപ്റ്റൻസിക്കെതിരെ രൂക്ഷ വിമർശനമാണ് നേരിട്ടത്. ഈ സീസണിലെ ഏറ്റവും മോശം നായകൻ ജിതേഷ് ആണതിൽ സംശയമൊന്നുമില്ലെന്നും ആരാധകർ ഒന്നടങ്കം ചൂണ്ടിക്കാട്ടിയ ആദ്യ ഇന്നിംഗ്സാണ് കടന്നുപോയത്. എന്നാൽ രണ്ടാം ഇന്നിംഗ്സിൽ ജിതേഷ് ശർമ്മ അതേ ആരാധകരെ കൊണ്ടിപ്പോൾ മാറ്റിപ്പറയിച്ചിരിക്കുകയാണ്. തോൽവിയുടെ വക്കിൽ നിന്നും RCBയെ എങ്ങുമെത്താത്ത ചരിത്ര വിജയത്തിലേക്ക് എത്തിച്ച നായകൻ എന്ന റെക്കോർഡിന് ജിതേഷ് ശർമ്മയുടെ പേരിലാണ്. 33 പന്തിൽ 8 4ഉം 6 6ഉം അടക്കം 85 റൺസ് നേടി തന്റെ IPL കരിയറിലെ ആദ്യ അർദ്ധ സെഞ്ചുറിയാണ് ജിതേഷ് ശർമ്മ സ്വന്തമാക്കിയത്. ഒപ്പം മയങ്ക് യാദവ് കൂടെ നിന്നെങ്കിലും മത്സരരംഗത്തിൽ ഉടനീളം ജിതേഷ് ശർമ്മയുടെ ഇമ്പാക്ട് വളരെ പ്രകടമായിരുന്നു. നേരിട്ട ആദ്യ പന്ത് തന്നെ ബൗണ്ടറി അടിച്ചുകൊണ്ട് തുടങ്ങിയ ജിതേഷ് ശർമ്മ പിന്നീട് ബോളർമാരെ തലങ്ങും വിലങ്ങും പായിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. പലതവണ റൺഔട്ട് ചാൻസ്, ക്യാച്ച് ഔട്ട് എന്നിവ മിസ്സാക്കിയിട്ടും ജിതേഷ് ശർമ്മ അതെല്ലാം വേണ്ട പോലെ മുതലാക്കിയെന്ന് പറയാം. ഹാട്രിക് 6 അടക്കം നേടിക്കൊണ്ടാണ് വില്യം മൊറൂക്കിനെ മടക്കി അയച്ചത്. മികച്ച രീതിയിൽ മത്സരം അവസാനിപ്പിച്ചത് ജിതേഷ് ശർമ്മയുടെ ബലം തന്നെയാണ്. RCB ആരാധകർ നായകനെ ഇപ്പോൾ കൊണ്ടാടുകയാണ്. IPLൽ ഇതുവരെ കാര്യമായ ഫോമൊന്നും ജിതേഷ് ശർമ്മയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. ഈ മത്സരത്തിലും സമാന സാഹചര്യം തന്നെയാണ് ഏവരും പ്രതീക്ഷിച്ചത്. എന്നാൽ ഇന്നത്തെ മത്സരത്തിൽ ശരിക്കും വണ്ടറടിപ്പിച്ചത് അതേ ജിതേഷ് ശർമ്മ തന്നെയായിരുന്നു. പഞ്ചാബ് കിങ്സുമായുള്ള ക്വാളിഫയർ 1ലേക്ക് യോഗ്യത നേടാൻ ജയിച്ചേ തീരുവെന്ന ചലഞ്ചുമായാണ് RCB ഇറങ്ങിയത്. രണ്ടാം വിക്കറ്റിൽ മിച്ചൽ മാർഷും ക്യാപ്റ്റൻ ഋഷഭ് പന്തും ചേർന്ന് റെക്കോർഡ് കൂട്ടുകെട്ടോടുകൂടി ലക്നൌവിന് മികച്ച ടോട്ടൽ സമ്മാനിച്ചു. എന്നാൽ രണ്ടാം ബാറ്റിംഗിൽ ഇതേ ലക്നൗ തന്നെ കളിമറന്ന സാഹചര്യമാണ് കണ്ടത്. ലക്നൗ സൂപ്പർ ജയൻസിന്റെ മോശം ഫീൽഡിങ്ങിന്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ ആരാധകർ പുറത്തു തുറന്ന് പറയുന്നത്. കാരണം ഒരുപാട് മിസ്ഫീൽഡ് അടക്കം ലക്നൗ സൂപ്പർ ജയൻസിന്റെ ഭാഗത്തു നിന്നും വളരെ പരിതാപകരമായ രണ്ടാം ബാറ്റിംഗ് ആണ് കണ്ടത്. അതുതന്നെയാണ് അക്ഷരാർത്ഥത്തിൽ വെല്ലുവിളിയായതും. എന്നാൽ ജിതേഷ് ശർമ്മ ഇതെല്ലാം മുതലെടുത്തുകൊണ്ട് RCB വിജയത്തിലേക്ക് എത്തിക്കുകയായിരുന്നു. ഇനി ക്വാളിഫയർ 1ൽ പഞ്ചാബ് കിങ്സിനെ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ ഫൈനലിലേക്ക് നേരിട്ട് പ്രവേശനം നേടാം. മെയ് 29-നാണ് ക്വാളിഫയർ നടക്കുന്നത്.